1856 ആഗസ്റ്റ് 20 ചതയം നക്ഷത്രത്തിൽ തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. മാടൻ ആശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച് നാണു എന്ന ആ ബാലൻ അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ സാഗൂതം നിരീക്ഷിച്ചു പോന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാനോ വിദ്യ അഭ്യസിക്കാനോ അനുവാദമില്ലാതിരുന്ന കാലം. എന്നാൽ നാണുവിൽ അന്ന് തന്നെ ആത്മീയതയുടെയും അറിവിന്റെയും കനലുകൾ എരിഞ്ചിരുന്നു. നാണു ആശാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. എങ്കിലും സത്യത്തെ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. തൈക്കാട് അയ്യാവ് സ്വാമികളിൽ നിന്ന് യോഗവിദ്യയും ഹഠയോഗവും അഭ്യസിച്ചു. പിന്നീട് കുടുംബ ബന്ധങ്ങൾ വെടിഞ്ഞ് അദ്ദേഹം ഒരു പരിവ്രാജകനായി. മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിൽ വർഷങ്ങളോളം നീണ്ട തപസ്. അവിടെ നിശബ്ദതയോടും പ്രകൃതിയോടും സംവദിച്ച് അദ്ദേഹം കണ്ടെത്തി, മനുഷ്യൻ ഒന്നാണ്. ശേഷം 1888 ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടു. നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറത്ത് അദ്ദേഹം ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചു. ബ്രാഹ്മണർക്ക് മാത്രം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അധികാരമുണ്ടായിരുന്ന കാലത്ത് ഗുരു നടത്തിയ ആ വിപ്ലവം കേരളത്തെ ഞെട്ടിച്ചു. ചോദ്യം ചെയ്തവരോട് അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഇത് നമ്മുടെ ശിവനാണ്, ഈഴവ ശിവനാണ്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി അരുവിപ്പുറം മാറി. ഗുരുവിന്റെ വിപ്ലവം ക്ഷേത്രങ്ങളിൽ ഒതുങ്ങി നിന്നില്ല. മനുഷ്യന്റെ സാമൂഹിക ഉയർച്ചയ്ക്കായി അദ്ദേഹം ഊന്നൽ നൽകിയത് വിദ്യയിലും സംഘടനയിലുമാണ്. SNDP യോഗത്തിലൂടെ 1903 ഡോക്ടർ പൽപ്പുവിന്റെയും കുമാരനാശാന്റെയും സഹകരണത്തോടെ അദ്ദേഹം ജനങ്ങളെ ഒരുമിപ്പിച്ചു. വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നദ്ദേഹം പഠിപ്പിച്ചു. ക്ഷേത്രങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കായിരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അദ്ദേഹം എന്നും മദ്യത്തിനെതിരായിരുന്നു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ വിപത്തിനെതിരെ അദ്ദേഹം ശക്തമായി സംസാരിച്ചു. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അധസ്ഥിതരുടെ സഞ്ചാരസ്വാതന്ത്ര്യത്തിനായി നടന്ന ഈ സമരത്തിന് ഗുരു പൂർണ്ണ പിന്തുണ നൽകുകയും സത്യാഗ്രഹികൾക്കായി തന്റെ ആശ്രമം തുറന്നുകൊടുക്കുകയും ചെയ്തു. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ അദ്ദേഹം സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. അവിടെയാണ് ആ ലോകമഹാവചനം പിറന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. മതം മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാനല്ല, അവനെ സംസ്കരിക്കാനാവണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വരികൾ ഇന്നും ലോകത്തിന് വഴികാട്ടുന്നു. 1928 സെപ്റ്റംബർ 20 ആ മഹാഗുരുവിന്റെ ഭൗതിക ശരീരം ശാന്തമായി. ശിവഗിരിയുടെ മണ്ണിൽ അദ്ദേഹം സമാധി കൊണ്ടു. എന്നാൽ ആ ദീപം അണഞ്ഞില്ല. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേരളമായി നമ്മൾ ഇന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തറ പണിതത് ആ യുഗപുരുഷനാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങിയവ ഗുരു രചിച്ച കൃതികളാണ്.